ഞങ്ങളുടെ ഗോൾഡൻ സർപ്രൈസ് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പാങ്കോങ്ങിലേക്ക് കാണാനായിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിയോക്ക് റിവർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹുണ്ടറിയിൽ നിന്ന് നേരെ പാങ്കോങ്ങിലേക്ക് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹുണ്ടറിൽ പോയിട്ട് അവിടുന്ന് ക്യാമറ റൈഡൊക്കെ ചെയ്തിട്ട് ഡിക്സിറ്റി വന്നിട്ടാണല്ലോ കിടന്നത്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നമ്മളിനി പാങ്കോങ്ങിലേക്ക് കാണാനായിട്ട് പോകുന്നത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, എന്ത് രസമല്ലേ ഈ സ്ഥലങ്ങളിലൊക്കെ കാണാനായിട്ട്. ഈ ബ്രിഡ്ജും അതിൻ്റെ താഴെ റിവറും നല്ല രസമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഷിയോക്ക് റിവർ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിൽ വലിയ വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ. ഇവിടെ കൂടുതലുള്ളത് ഈ എർട്ടിഗ, ഫോർച്യൂണർ, ഇനോവ അതുപോലത്തെ വണ്ടികളൊക്കെയാണ്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി ഇതെനിക്ക് തോന്നുന്ന ഒരു റിവറാണ് കേട്ടോ. ഈ ഷിയോക്ക് റിവർ വറ്റിയത് തന്നെയായിരിക്കും ഇത്. ഒരു കാലത്ത് ഇതൊരു നദിയായിരുന്നെന്നാണ് തോന്നുന്നത്. കാരണം ഒരു നദിയുടെ അടിത്തട്ട് പോലെ തന്നെയാണ് ഈ റോഡും കിടക്കുന്നത്. പാങ്കോങ് ലേക്കിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ റോഡൊന്നുമില്ല, ഈ ഞങ്ങൾ കുടുങ്ങിയാണ് പോകുന്നത്. ഇവിടെ മൊത്തം കല്ലും അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ആദ്യമൊക്കെ റോഡ് നല്ലതായിരുന്നു, പക്ഷെ ഇപ്പൊ റോഡ് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഈ പാലം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചെറിയ പാലങ്ങളൊക്കെ വരാറുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു ടാക്സി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ലൈനിൽ നമ്മൾ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ടാക്സീസ് അവൈലബിൾ ആണ്. ആ ടാക്സി എടുത്തിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയി കാണാം. പിന്നെ ഈ ടാക്സികൾ കൂടുതലും ഇവിടെ ഇന്നോവയാണ് ഉള്ളത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഈ റോഡ് ഇത് റോഡാന്ന് പറയാൻ പോലും പറ്റത്തില്ല. ഇത് ഫുൾ ഓഫ് റോഡാണ് കേട്ടോ. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങുവാണ്. മറ്റത്തെ അപ്പുറത്തെ സൈഡിൽ കൊക്കയാണ് കേട്ടോ. ശരിക്കും ഇത് റോഡാന്ന് പോലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ കൂടെ പോകുന്നത് കാരണം മുമ്പിൽ കുറെ ടാക്സി വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്ത് പോവാണ്. ടാക്സിക്കാർക്ക് ഇവിടുത്തെ വഴിയൊക്കെ നന്നായിട്ട് അറിയാലോ. അവരതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഇപ്പൊ തന്നെ ഒരു ടാക്സി വരുന്നത് കണ്ടില്ലേ, ഭയങ്കര സ്പീഡാണ്. പക്ഷെ ഞങ്ങൾ പതുക്കെ പോകുന്നുള്ളൂ കേട്ടോ. ഓ, ഇത് കണ്ടോ ഫ്രണ്ട്സ്, കുറെ റൈഡേഴ്സ് പോകുന്നത്. ഇവരൊക്കെ പാങ്കോങ് ലേക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. ലഗേജ് ഇവർ ബാക്കിൽ വെച്ചേക്കുവാണ്. നമ്മളിപ്പോ രാവിലെ പോകുന്നതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ ടീ ബ്രേക്കിന് നിർത്താൻ പോവാണ് കേട്ടോ. പാങ്കോങ് ലേക്കിലേക്ക് പോകുന്ന വഴിയാണിത്. പിന്നെ ഇവിടെ മൊത്തം ഭയങ്കര വൃത്തികെട്ട വഴിയായിരുന്നു. പിന്നെ ഇവിടെ ഒരു പാലമുണ്ട്, അവിടെ 1 വെഹിക്കിൾ അറ്റ് ടൈം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മലകൾ കണ്ടോ, അതിപ്പോ എങ്ങ് വരുമെന്നൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു റെസ്റ്റ് പോലത്തെ ഒരു ടീ ഷോപ്പ്, ചായക്കട അതുപോലത്തെ ഒക്കെ ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് വണ്ടി കണ്ടോ, മൊത്തം പൊടിയാണ് കേട്ടോ. നല്ല പൊടിയാണ്, ഒരാടെ പൊടിയുണ്ട് കേട്ടോ. വയറൊക്കെ കൊളായോ, ആണോ? പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റ് മേടിച്ചു, പിന്നെ പാർലേജി മേടിച്ചു. ഫ്രണ്ട്സ്, ഇത് പാങ്കോങ്ങിലേക്ക് പോകുന്ന ഒരു ആരോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ടാണ് കേട്ടോ പാങ്കോങ്. അപ്പൊ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. വീണ്ടും ഒരു പാലം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ പാലത്തിൽ കയറാനായിട്ട്. നല്ല ബ്ലൂ കളറൊക്കെ അടിച്ച നല്ല വ്യൂ ഒക്കെ ഉള്ള പാലാണ് കേട്ടോ. നമ്മളിപ്പോ ഇങ്ങോട്ട്
റോഡൊക്കെ വരുമ്പോഴത്തേക്കും വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം കേട്ടോ. ഇവിടെ ഒന്നും ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ല. ഞങ്ങൾ ഡിക്സിറ്റിന്ന് കുറെ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ പോകുന്ന വഴിയെല്ലാം ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ കുറച്ച് ഡേഞ്ചറസും ആണ്, കാരണം ഇതെല്ലാം ഷൂട്ടിംഗ് സ്റ്റോൺ ഏരിയ ആണ് കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, കുറേ റൈഡേഴ്സ് നമ്മുടെ മുമ്പ് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടവർ തന്നെയാണെന്ന് തോന്നുന്നു. ഇതുവഴി കുറേ റൈഡേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഇതൊരു റിവർ തന്നെയാണെന്ന് തോന്നുന്നത്, കാരണം ഇവിടെ പെബിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വറ്റിക്കിടക്കുകയാണ്, വെള്ളമൊക്കെ ഉണ്ട്. ഒരു ടൈമിൽ ഇത് റിവർ ആയിരുന്നായിരിക്കാം. നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് ടാക്സികൾ പോകുന്നുണ്ട് കേട്ടോ. പുറകിലൂടെ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടുത്തെ വ്യൂ കണ്ട് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയതാണ്. ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വഴി കണ്ടോ ഭയങ്കര അഡ്വഞ്ചറസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അല്ലെ? ലഡാക്കിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ളൊരു ബ്യൂട്ടി അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നമുക്കിവിടെ സേഫ്റ്റി ഫെൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പുറമൊക്കെ ഭയങ്കര വലിയ കൊക്കയാണ്. സൂക്ഷിച്ചൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണാൻ പോകുന്ന പാങ്കോങ് തടാകം ഏകദേശം 4350 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ തടാകത്തിലെ വെള്ളം ഉപ്പുവെള്ളമാണെന്നാണ് കേട്ടേക്കുന്നത്. എന്നാണ് നമുക്ക് അവിടെ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയാം ഉപ്പുവെള്ളമാണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഈ പാങ്കോങ് ലേക്കിന്റെ നീളം എന്ന് പറയുന്നത് 134 കിലോമീറ്റർ ആണ്. പിന്നെ 5 കിലോമീറ്റർ വീതിയും ഉണ്ട്. പിന്നെ ഈ തടാകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1/3 ഇന്ത്യയിലും ബാക്കി 2 ചൈനയിലുമാണ് കേട്ടോ. പിന്നെ ഈ തടാകത്തിലേക്ക് പോകുന്ന വഴി ഭയങ്കര ഡേഞ്ചറസ് വഴിയാണ് കേട്ടോ. ഈ ഒരു മലയുടെ നടുക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സിക്സാഗ് പോലത്തെ വഴിയാണ്, കുറെയൊക്കെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നത്. വീണ്ടും ഒരു പാലം വന്ന കേട്ടോ. നല്ല വെള്ള പെയിന്റ് അടിച്ച വെറൈറ്റി പാലമാണ് കേട്ടോ ഇത്. ഇപ്പൊ റോഡൊക്കെ നന്നായിട്ടുണ്ട്. നേരത്തെ വന്ന വഴി ഭയങ്കര മോശമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോ ഒരു ടൗൺഷിപ്പ് പോലത്തെ ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത്. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നിർത്തി ചായയൊക്കെ കുടിക്കാം. ഇവിടെ സൈൻ ബോർഡ് ഉണ്ട്. ഇവിടുന്ന് പാങ്കോങ് ലേക്കിലേക്ക് 33 കിലോമീറ്റർ ആണ് പറയുന്നത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഈ പച്ചപ്പ് നിറഞ്ഞ പായൽ പിടിച്ച സ്ഥലം. ഇവിടെ മർമോത്ത് എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ജീവികളുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ ഒരെണ്ണത്തിനെ കണ്ട കേട്ടോ. മർമോത്ത് എന്നാണ് ആ ജീവിയുടെ പേര്. അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറെ കാണാം. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടത്. ഇത് കണ്ടോ കുതിരകൾ നിൽക്കുന്നത്. ഇഷ്ടം പോലെ കുതിരകളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കി ഇരുന്ന് പോകും. അത്രയ്ക്ക് രസമാണ് കാണാൻ.
ഒരു റിവർ ആണ് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് വെള്ളമില്ല. എനിക്ക് തോന്നുന്നത് ഈ മലയിലൊക്കെ നിറച്ച് ഐസ് ഉണ്ടായിരിക്കും, അത് ഉരുകിയായിരിക്കും ഇവിടെ വെള്ളം വന്നോണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഐസ് ഇല്ലാത്തോണ്ടായിരിക്കും അവിടെ വെള്ളം ഇല്ലാഞ്ഞെന്ന്. ഓ ഫ്രണ്ട്സ്, നിങ്ങൾ അങ്ങ് ദൂരെ കണ്ട ഒരു ബ്ലൂ കളർ കാണുന്നില്ല? അതാണ് പാങ്കോങ് ലേക്ക്. എന്ത് രസമാ കാണാൻ, നോക്കി. ഇവിടുന്ന് തന്നെ അടിപൊളി രസമുണ്ട് കാണാൻ. ഓ ഫ്രണ്ട്സ്, നമ്മൾ ഇതിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. എന്ത് വ്യൂ ആന്ന് നോക്കിക്കേ. ഇതിന്റെ കളറ് അറിയിക്കാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുന്ന പ്രത്യേക തരം ഒരു ബ്ലൂ ആണ് കേട്ടോ ഇത്. നമുക്ക് എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ലേക്കിന്റെ അടുത്തേക്ക് പോകാം. ഞങ്ങളിപ്പോ പാങ്കോങ്ങിലേക്ക് എത്തി. ഇനി നമ്മൾ അതിന്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇവിടെ നല്ല തണുത്ത കാറ്റാണ്. പിന്നെ നിങ്ങളൊന്ന് കണ്ടോക്കെ, എന്നാ അടിപൊളി വ്യൂ ആണ്. വളരെ മൾട്ടി കളറുള്ള ഡാർക്ക് ബ്ലൂ, പിന്നെ പച്ച, പിന്നെ ലൈറ്റ് ബ്ലൂ, പിന്നെ വയലറ്റ്, അതുപോലെ ഇഷ്ടംപോലെ കളറുണ്ട്. ഈ സംഭവമാണ് ഈ സീറ്റും പിന്നെ ഈ സ്കൂട്ടറുമാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു പരന്ന കല്ലെടുത്തിട്ട് അത് ഇങ്ങനെ എറിഞ്ഞിട്ട് കണ്ടോ, അത് 2 പ്രാവശ്യം പോവും. അച്ഛനെ അറിഞ്ഞത് 3-4 തവണ പോയി. ഞങ്ങൾ അത് പഠിച്ചാട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പാണോ. ഭയങ്കര ഉപ്പാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ലേക്ക് കാണാനായിട്ട്. അപ്പോൾ ഈ മലയുടെ അടിവാരത്തിലായിട്ടാണ് ഈ ലേക്ക് ഉള്ളത്. നമുക്ക് ചെറിയൊരു ഓക്സിജൻ പ്രോബ്ലം ഉണ്ട്. നമുക്ക് സംസാരിച്ച് ലേക്കിന്റെ 30% മാത്രമേ ഇന്ത്യയിലുള്ളൂ. ബാക്കി 70% ചൈനയിലുണ്ട്. അപ്പുറം കാണുന്നത് ചൈന. എന്റെ അടുത്ത ബൈക്കും സീറ്റും എല്ലാം മുകളിലാണ്. നമ്മളിപ്പോ താഴെയാണ് കേട്ടോ. ചേച്ചിയുടെ കയ്യെ കിടക്കുന്ന സാധനം കല്ലിറങ്ങപ്പോ ആ കൂടെ പോയായിരുന്നു. അതിപ്പോ ചേച്ചി എല്ലാം അവിടെ വരെ പോയി എടുക്കാട്ടോ. ലേക്കിലെ ടെമ്പറേച്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ എങ്ങനെയോ അവിടെ ഇറങ്ങി കേട്ടോ. ഫോട്ടോ അടിപൊളിയായി. പിന്നെ അങ്ങോട്ട് നോക്കിക്കേ, മഞ്ഞ മലകളാണ്. ഈ നിങ്ങൾ ഈ ലേക്കിൽ ഇവിടെ വന്നാൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ആണ്. അതും അടിപൊളി വ്യൂ ആണ് കേട്ടോ. സെയിം ഏജ് ഉള്ളവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കക്കച്ചുള്ളത് തുള്ളി ചാടാണ്. ഭയങ്കര ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല പെബിൾസ് പോലത്തെ കല്ലുകളുണ്ട്. അത് നല്ല രസമുണ്ട്. നമ്മളിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു. ചെറിയൊരു ലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് രസമല്ലേ ഈ ഇതൊക്കെ കാണാനായിട്ട്, വ്യൂ കാണാനായിട്ട്. ഇവിടെ ആ സ്കൂട്ടറും ആ സീറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എടുത്ത ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഇതിന്റെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. നമ്മൾ ഈ പാങ്കോങ്ങിലേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഇന്ത്യയുടെ ഒരു വലിയ ഫ്ലാഗ് കാണാം. കാരണം ഇത് ഇന്ത്യ ചൈന ബോർഡർ ആണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയുടെ കുറെ ഫ്ലാഗ് ഒക്കെ ഉള്ളത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ നിറച്ച ആടുകളാണ്. ഇത് ചെമ്മരിയാടല്ല കേട്ടോ, പക്ഷെ വേറെ എന്തോ ടൈപ്പ് ആടാണ്. അതിന്റെ കൊമ്പ് കണ്ടോ, ഭയങ്കര വളഞ്ഞിരിക്കുന്ന കൊമ്പാണ് കേട്ടോ അത്. ഈ റിവർ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഫ്രീസ് ആയിട്ട് കിടക്കുന്നത് മഞ്ഞാണ് കേട്ടോ.
ഇട്ടേക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ നിറച്ച ആടുകളും കുതിരകളുമാണ് കേട്ടോ. നിറച്ചുണ്ട്, നല്ല രസവും ഉണ്ട് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് കേട്ടോ. അത് എന്ത് രസമാ കാണാൻ, നോക്കിക്കേ. ദേ ഈ ഫ്രീസ് ആയിട്ട് കിടക്കുന്ന റിവർ കണ്ടോ നിങ്ങള്? ഓ ഫ്രണ്ട്സ്, ഇത് കണ്ടോ യാക്ക്. ഞാൻ ഇതിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ. ഇതിപ്പോ നമ്മുടെ വണ്ടി ബ്ലോക്ക് ചെയ്യും കേട്ടോ. ഇത് ചെറുതും വലുതും അമ്മയും കുഞ്ഞും ഒക്കെ ഉണ്ട്. ഭയങ്കര ബ്ലാക്ക് ആണ് കേട്ടോ ഇത്. ഓ അത് കണ്ടോ, യാക്കും അതിന്റെ അമ്മയും കുഞ്ഞും കൂടെ നടന്നു പോകുന്നത്. ഇതെല്ലാം വൈൽഡ് യാക്സ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. കാരണം ഇതിനെ മേയിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊന്നും ഇവിടെ കാണാനില്ല. ചിലപ്പോ അങ്ങ് ദൂരെയൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ നിറച്ചും യാക്സ് ആണ്. ദൂരെ ബ്ലാക്ക് പൊട്ട് കാണുന്ന മൊത്തം യാക്സ് ആണ് കേട്ടോ. ഓ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഫ്രോസൺ റിവർ. അതിന്റെ മുകളിൽ മൊത്തം ഐസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മൾ കാറൂലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാറൂയിൽ പോയിട്ട് സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അവിടെ ഒരു ടൗൺ ആയതുകൊണ്ട് ഹോട്ടൽസ് ഒക്കെ കാണുമായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ കാറൂയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ മണാലി വരെ പോവാനായിട്ടാണ് വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചാങ്ങല പാസ് എത്തിയിരിക്കുവാണ്. ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 17,688 ആണ്. അപ്പൊ ഈ പാങ്കോങ്ങിൽ നിന്ന് കാറു മണാലി പോകുന്ന റൂട്ടാണ് കേട്ടോ ഈ ചാങ്ങല പാസ് ഉള്ളത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായി അവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളും അത്രയ്ക്കും സ്പീഡിലൊക്കെ പോയാൽ അപ്പുറത്തേക്കൊക്കെയാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് പതുക്കെ പോകണം. ഞങ്ങളും ഭയങ്കര പതുക്കെയാണ് പോകുന്നത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ആ മഞ്ഞുരുകിയ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് അവിടെ കൂടെ വരുന്നു. ഈ മണാലിയുടെ റൂട്ട് കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ദേ അപ്പുറത്തെ സൈഡൊക്കെ ഭയങ്കര കൊക്കയാണ് കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. മഞ്ഞാണ് കേട്ടോ. ഈ മല ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുവാണ്. അപ്പുറത്തെ മലയൊക്കെ കുറച്ചൊന്നും മഞ്ഞില്ല. പക്ഷെ ഇവിടെ പുറത്തിറങ്ങിയ നല്ല തണുപ്പുമാണ്. ദേ അവിടെ കണ്ടോ ഒരു മല. അവിടെ മോൾ ഭാഗം അതിന്റെ മാത്രം മഞ്ഞില്ല. ചിലപ്പോ അത് ആകാശം മുട്ടിയാ നിക്കുന്ന എന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. പ്രൊട്ടക്റ്റീവ് ഫെൻസിലൊക്കെ കട്ട പിടിച്ചിരിക്കുവാണ്. മഞ്ഞല്ല. ദേ എന്ത് മഞ്ഞാന്ന് നോക്കിക്കേ ഫ്രണ്ട്സ്. ഇത് വേറെ ഒരു പാസ്സാണ് കേട്ടോ. ഇത് മണാലി റൂട്ടാണ്. തങ്കലങ്കല പാസ്സാണ് അത്. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ലേ മണാലി റൂട്ടാണ് കേട്ടോ. പിന്നെ ഈ റോഡ് കണ്ടോ ഫ്രണ്ട്സ്, എന്ത് റോഡാന്ന് നോക്കിക്കേ. ഇതിന്റെ ഒരു സൈഡ് മൊത്തം മഞ്ഞ് വെച്ച് ഈ ഫുൾ റോഡ് കവർ ചെയ്ത് ഇതിന്റെ പകുതിയോളം കവർ ചെയ്തു. അപ്പുറത്തെ സൈഡ് കൊക്കയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര സൂക്ഷിച്ചാണ്
ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതൊരു ഫ്രോസൺ റിവർ ആണ്. ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നടക്കാം. ഭയങ്കര ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇത്. ഞങ്ങൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങളിപ്പോൾ ഇവിടെ മെയ് 2nd വീക്കാണ് കേട്ടോ എത്തിയത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് മറക്കരുത്. നിങ്ങളിവിടെ ഉറപ്പായിട്ടും വരണം. മെയ് ജൂൺ ജൂലൈ ആണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ വന്ന ഇതുപോലത്തെ മഞ്ഞൊക്കെയാണ് ആയിരിക്കും. ഈ ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ ഉള്ളത്. അത് നിങ്ങൾ ഓഗസ്റ്റ് ഒക്ടോബർ ആ സമയമൊക്കെ ആകുമ്പോഴാണ് വരുന്നതെങ്കിൽ നിങ്ങളിവിടെ ഒട്ടും മഞ്ഞുണ്ടാവത്തില്ല. ഈ മലയിലെ മഞ്ഞെല്ലാം ഒഴുകി മഞ്ഞില്ലാത്ത മല മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ മലയിലൊക്കെ ഈ മഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന, പിന്നെ റോഡിന്റെ സൈഡിൽ ഫുള്ള് ഈ മഞ്ഞൊക്കെ കിടക്കുന്നത്, ഇതൊന്നും നമ്മൾ എവിടെ കാണാത്ത കാഴ്ചയാണ്. അതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളിപ്പോ മഞ്ഞ ഭിത്തിയുടെ ഇടയിൽ കൂടിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോജില പാസിലും ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ റോഡെല്ലാം മൊത്തം മുണ്ടും കുഴിയാണ് കേട്ടോ. ഈ റോഡിലൊക്കെ ഐസ് ഒഴുകിയ വെള്ളവും കൂടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് ഭയങ്കര ത്രില്ലടിച്ചിരിക്കുവാണ്. ഫാന്റസി ഐസ് വേൾഡിൽ ചെന്ന പോലെയാണ് കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്? ഇത് കണ്ടോ, എവിടെ നോക്കിയാലും മഞ്ഞ്. എന്ത് രസമല്ലേ ഇത് കാണാനായിട്ട്. ഈ മഞ്ഞുമല ആകാശം കൊണ്ട് കണ്ടിട്ട് ഏതാ ആകാശം ഏതാ മഞ്ഞുമല എന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ കൂടെ കുറെ ട്രക്കുകൾ പോകുന്നുണ്ട് കേട്ടോ. താഴെ കൂടെയും വരിവരിയായിട്ട് ട്രക്കുകൾ പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, ഒരു ദിവസം ഒരു സൈഡിലോട്ടേ വണ്ടി വിടുള്ളൂ കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അപ്പോൾ വണ്ടി വരുമെന്ന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സൈഡിലോട്ട് മാത്രമേ വണ്ടി വിടുകയുള്ളൂ. അതായത് ഫ്രണ്ട്സ്, ഇന്നിപ്പോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടല്ലേ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നാളെ ആകുമ്പോ അവിടെ നിന്നോ ഇങ്ങോട്ടാവും.
ഞങ്ങളും ഈ അടൽ ടണൽ വന്നായിരുന്നു. ഞങ്ങൾ അപ്പുറത്തെ സൈഡ് വഴിയാണ് കേട്ടോ വന്നത്. അപ്പൊ ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ദേ ഇതാണ് ലേയിലേക്കുള്ള റൂട്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണണം. ദേ ഇവിടെ ഇതാണ് ഒരു പാലം. അന്ന് ഞങ്ങൾ ഇവിടെ ഈ കുളുമണാലി വന്നിട്ട് വരുമ്പോ ഇവിടെ ഈ പാലത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ദേ ഇതാണ് ഈ പാലം. നമ്മളിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ അടൽ ടണൽ കയറുന്നത്. നമ്മൾ ആദ്യം വന്നത് മണാലി വന്നപ്പോഴത്തേക്ക് ഈ അടൽ ടണൽ കാണാൻ വേണ്ടി ഈ പാലത്തിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. ഇപ്പൊ നമ്മൾ ലേയിന്ന് മണാലിയിലേക്ക് പോകുമ്പോഴാണ് അടൽ ടണൽ കയറുന്നത്. ഇപ്പൊ നമ്മളിത് ടണലിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ചൊക്കെ മഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ വരുമ്പോഴത്തേക്കും മഞ്ഞ് തീരെ കുറവാണ്. ദേ ഇത് കണ്ടോ ഫ്രണ്ട്സ്, വണ്ടികൾ ടണലിൽ കൂടെ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ വണ്ടി മൊത്തം പൊടിയാണ് കേട്ടോ. ഈ സ്റ്റിക്കർ പോലും കാണത്തില്ല. കാരണം പാങ്കോങ്ങിലേക്ക് ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. അതുകൊണ്ട് ഒന്ന് കഴുകാൻ പോലും പറ്റിയില്ല. ഫ്രണ്ട്സ് നമ്മളപ്പോ അടൽ ടണലിലേക്ക് കേറാൻ പോവാണ് കേട്ടോ. ഒരു പ്രാവശ്യം കേറിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേറാനായിട്ട്. ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കോക്കിൽ നിന്ന് കാറിൽ നിന്ന് മണാലിയിൽ നിന്ന് ഹരിയാന അംബാല, പിന്നെ ഹരിയാനയിലെ അംബാലയിൽ നിന്ന് നമ്മൾ രാജസ്ഥാനിലെ കോട്ടയെ ചെല്ലും. പിന്നെ കോട്ടയിൽ നിന്നും നേരെ ജലവാർ, അവിടെ നിന്നും ഇൻഡോറിൽ നിന്നും നേരെ ധുലയിലേക്ക് വരാം. ധുലയിൽ നിന്നും അഹമ്മദ് നഗർ, പിന്നെ സോലാപൂരിൽ നിന്നും നേരെ ഹോസ്പിറ്റലിൽ നിന്നും ബാംഗ്ലൂർ, പിന്നെ ബാംഗ്ലൂരിൽ നിന്നും നേരെ സേലത്തിൽ നിന്ന് കോയമ്പത്തൂര്, അത് കഴിഞ്ഞ് കേരളത്തിലോട്ട് എത്താം. അപ്പതേ നമ്മൾ ടണലിന്റെ പുറത്തെത്താറായിരിക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രാവലറിലാണ് വന്നത്. ഇപ്രാവശ്യം നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് വന്നത്. ഈ അടൽ ടണലിന്റെ നീളം ഏകദേശം 9 കിലോമീറ്റർ ആണ്. ദേ നമ്മളങ്ങനെ അടൽ ടണലിൽ നിന്ന് പുറത്തെത്തി. നമ്മുടെ വണ്ടി മൊത്തം ചെളിയും പൊടിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇനി എന്തായാലും വീട്ടിൽ ചെന്നിട്ടേ കഴുകുന്നുള്ളൂ. അപ്പൊ നമ്മളിത് മണാലിയിൽ എത്തിയേക്കുവാണ്. നമ്മൾ മണാലി എല്ലാം കണ്ടോണ്ടിനി ഇപ്പൊ കാണുന്നില്ല. നമ്മൾ നേരെ പോകുവാണ്. ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച ബോക്സുകൾ. നമ്മൾ ആപ്രിക്കോട്ട് മേടിച്ചു. ആപ്രിക്കോട്ട് എന്ന് വെച്ചാൽ ഇവിടെ അത് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ കുറെ സാധനം മേടിച്ചു. ഈ തലയിൽ വെക്കുന്ന ഇത് ഇവിടുത്തെ ആ ചേച്ചി ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സ്ട്രോബെറി മേടിച്ചു. പിന്നെ തത്തച്ഛനും കുറെ രാഷ്മ അതുപോലത്തെ കുറെ സാധനമൊക്കെ മേടിച്ചു. ഇവിടെ മൊത്തം ഇതുപോലത്തെ ഫ്രൂട്ട് സ്റ്റോളാണ്. പിന്നെ ഇവിടെ പൈനാപ്പിൾ, ചോക്ലേറ്റ്, ചെറി, ബ്ലൂബെറി അതുപോലത്തെ കുറെ സാധനമുണ്ട്. ഞങ്ങൾ സ്ട്രോബെറി ആണ് മേടിച്ചത്. പിന്നെ ആപ്രിക്കോട്ടും ആപ്പിളും ഞങ്ങൾ മേടിച്ചു. നമ്മളിപ്പോ മണാലി കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ റിവർ റാഫ്റ്റിംഗ് നടത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. റിവർ റാഫ്റ്റിങ്ങിനുള്ള ബോട്ടൊക്കെയാണ് ഈ കൊണ്ടുപോകുന്നത്.
പോകത്തില്ല.